ഗൈസ് ഫൈനലി ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് വന്നിട്ടുള്ള വണ്ടിയിൽ ഫ്യൂൽ കുറച്ച് കുറവുണ്ട്. അങ്ങനെ കുറച്ച് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് എന്താ സാജി എന്ത് ചെല്ലുന്ന നീ എന്ത് ചെല്ലുന്ന നീ അങ്ങനെ വിചാരിക്കുമല്ല ജയിച്ചാ മൂന്നാമത്തെ കളി ജയിച്ചാ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. ഇന്ന് ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി ഡെയിലി അമ്മ കളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടുണ്ടാകുന്നു. പക്ഷെ ഇന്നൊരു വ്ളോഗ് എടുക്കാനായിട്ട് വിചാരിച്ചാൽ ഇപ്പോൾ നയ ബസാറിന് പ്ലേസിലില്ല, നയ ബസാറിൽ ഒരു UIBCൻ്റെ ഒരു ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഏകദേശം ഓപ്പൺ ആയിട്ട് കുറേ കൊല്ലം ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടില്ല ഗായ്സ്. ഇപ്പോൾ റണ്ണിങ്ങിൽ കാണുന്ന നോക്കിയാണ് ഇപ്പോൾ ടൗൺ എത്താനായി. അപ്പോൾ ഞാൻ ഷോർട്ട് വേ ആയിട്ട് പോകുന്നുള്ളത്. പിന്നെ അടുത്തെത്തിയിട്ടായിട്ട് അടുത്ത കുറച്ച് വീഡിയോസെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊക്കെ ചങ്ങായിമാർസൽ സാജി, ബ്രിസ്റ്റോ, പിന്നെ കല്ലു, നൗഫൽ, കുറേ ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം എങ്ങനെ പ്ലേസ് എങ്ങനെ കളിക്കുന്നത് അതുകൊണ്ട് എല്ലാ വീഡിയോസും ഈ ചാനലിൽ ഞാൻ കാണിച്ചു തരും ഗൈസ്. ഇപ്പോൾ ഞാൻ റണ്ണിങ്ങിലുള്ളാക്കിയ ഫുൾ ഇട്ടിട. അപ്പോൾ സർവീസ് റോഡിൽ പോയിക്കൊണ്ടുള്ള അപ്പോൾ ഇവിടെ കാണുന്നത് താമാമെല്ലാം ഇവിടെ ഉള്ളത്. താമാമ് ബേബി ക്യാമ്പ്, കുറച്ച് ഷോപ്പെല്ലാം ഇവിടെ ഉള്ളത് ഗൈസ്. ഫൈനലി ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് വന്നിട്ടുള്ള വണ്ടിയിൽ ഫ്യൂൽ കുറച്ച് കുറവുണ്ട്. അങ്ങനെ കുറച്ച് ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് മെഹബൂബ് പെട്രോൾ പമ്പിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഹിദായത്ത് ബസാറിൽ. അപ്പോൾ ഇവിടെ കുറച്ച് പമ്പിൻ്റെ പണി നടന്നുകൊണ്ട് ഇവിടെ ഫ്യൂൽ അടിച്ചിട്ട് ഇവിടുന്ന് പമ്പ് പോലത്തെ ബാക്കിന്നുള്ള. പക്ഷേ ഇപ്പോൾ റോങ് സൈഡായിട്ട് പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ബ്ലോക്കും ജാസ്തി ഫുള്ള് മണ്ണെല്ലാം വലിച്ചിട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ റോങ് സൈഡിലായിട്ട് പോകുമ്പോൾ കുറേ വണ്ടി വരുന്നുണ്ട്. ഇതൊന്ന് കുറേ വണ്ടിയെല്ലാം വരുന്നുണ്ട്. നോക്കിയാൽ അവിടെ 2 വണ്ടി റോങ് സൈഡിലായിട്ട് ബസ് ലോറിൻ്റെ തുള്ളിൽ നടക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെ പോകേണ്ട അറിയാം. നോക്കിയാൽ ആ സൈഡ് കാണുന്നുണ്ടോ? നോക്കിയാൽ നേരെ വണ്ടി വരുന്ന റോങ് സൈഡിൽ തന്നെ 2 കാറും കയറ്റിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി ആൾക്കാർക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രൈവർമാരുണ്ട്. പക്ഷേ അത് നേരെ വണ്ടി നേരെ റൂട്ടിൽ പോയെങ്കിൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടാവാത്ത പോലെ പോകാമല്ലോ. ഇപ്പോൾ ടൗണിലേക്ക് എത്തിയിട്ട് ഫുള്ള് ട്രാഫിക് ഇടുക, ഫുള്ള് വണ്ടി ബ്ലോക്ക് ആയിട്ടുള്ള. ഇപ്പോൾ വണ്ടി ഞാൻ ഇടയിൽ ഇട്ടിട്ട് കയറ്റി ബ്ലോക്ക് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടുള്ള നോക്കിയാൽ ഫുള്ള് ട്രാഫിക് ഉണ്ട് ഇവിടെ. റോട്ടിലെ പണി നടന്നു, പാലത്തിൻ്റെ പണി നടന്നുള്ളത് കൊണ്ട് അപ്പോൾ 1 സൈഡ് ക്ലോസ് ആക്കിയിട്ടുള്ള. അപ്പോൾ റോങ് സൈഡ് തന്നെ പോകേണ്ടി വരുന്നു. നോക്കിയാൽ വണ്ടിയെല്ലാം അഡം നിന്നിട്ടില്ല, ആൾക്കാരെല്ലാം അഡം വന്നുകൊണ്ട് ഇവിടെ ഗൈസ്. ഫൈനലി ഞാൻ കോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. ഇപ്പോൾ ഇതാണ് നമ്മളെ കോർട്ട്. ഇതിൽ A ഗ്രൂപ്പും B ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്, കല്ലു, സാജി ആൻഡ് മുഹമ്മദ്. അപ്പോൾ ഇവിടെ വാമപ്പ് ആയിക്കൊണ്ടുള്ളത്. കളി തുടങ്ങിയിട്ടാണ് 9:15 കളി തുടങ്ങുമ്പോൾ. ഇത് നമുക്ക് ഇരുന്നിട്ട് കളി നോക്കാനുള്ളത്. ബ്രിസ്റ്റു ബായ് ഇട്ടിടുന്നല്ല കേൾക്കുന്നത്. കല്ലിനെ പാങ്ങല വെട്ട് കിട്ടുകൊണ്ട് ഫൈനലി ഇപ്പോൾ കളി തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വാമപ്പ് ആയിക്കൊണ്ടുണ്ട്. നമ്മളെ കല്ലുബായി ഉണ്ട്. കല്ലുബായി ഭയങ്കര കളിക്കാരന് കല്ലുബായി. പിന്നെ ഞാൻ എൻ്റെ ബാറ്റിനെ കുറച്ച് പരിചയപ്പെടുത്തരാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് യോനെക്സിൻ്റെ ബാറ്റ്. അപ്പോൾ ബാറ്റ് ഞാൻ ജസ്റ്റ് തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ബാറ്റ് എങ്ങനെ ഉള്ളതെന്ന്. പക്ഷേ ഞാൻ യൂസ് ആക്കുന്ന ബാറ്റ് യോനെക്സ് കുറേ മൊബൈൽ യൂസ് ആക്കുന്ന ബാറ്റ് ഇത് യോനെക്സിൻ്റെ ലൈറ്റ് വെയിറ്റ് ബാറ്റ് ഗൈസ്. ഇത് കളിക്കാനും ഭയങ്കര സുഖം. ഇത് എന്താ സാജി എന്ത് ചെല്ലുന്ന നീ എന്ത് ചെല്ലുന്ന നീ അങ്ങനെ വിചാരിക്കുമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഔട്ട് ബോൾ. കമാൻ കല്ല് വെച്ചോ ഭയങ്കര കളിയാവാ. നമ്മളെ ഫാദറിന് സർവീസ് നോക്കിപ്പോ കാരമ്മ സർവീസ് തോന്നി. ഓക്കെ എങ്ങനെ എങ്ങനെ കട്ടാക്കണം അതാ. ഓക്കെ
നോക്കിയേന്. ജയിച്ചാ മൂന്നാമത്തെ കളി ജയിച്ച. മൂന്നാമത്തെ കളി ഇതാ പായന കണ്ടിട്ട് തോറ്റ് പായന. ഇഞ്ചുറി പ്ലെയർ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന പ്ലെയറാണിത്. അതിമനോഹരമായി എക്സസൈസ് വാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ കേരള സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോവാണ് അടുത്ത ആഴ്ച. മനോഹരമായ സ്ട്രോക്കിലൂടെ പോയിന്റ് കരസ്ഥമായിരിക്കുകയാണ്. വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുന്നു ഷായി, വടികൊടുത്ത് അടി വാങ്ങിയിരിക്കുന്നു. അതേപോലെ നമ്മുടെ അടുത്ത കോർട്ടിൽ അതിമനോഹരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ചുക്കാൻ പിടിക്കുന്നത് നിയാസ്, NN ഗോൾഡിൽ നിന്നും നിയാസാണ്. നിയാസിൻ്റെ അതിമനോഹരമായ സ്കില്ലിൽ നിയാസ് ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. അതേപോലെ അസിസ്റ്റ് ചെയ്യുന്ന അഷ്റഫാണ്. അഷ്റഫിൻ്റെ അതിമനോഹരമായ സർ ഔട്ടിലടിച്ചു. നസീർ ഔട്ടിലടിച്ചിരിക്കുന്നു. ഇത് മുത്താർ, സൗദി പ്ലെയറാണ്. ഇവിടെ കളിക്കാൻ വന്നിട്ട് അതിമനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. തോറ്റ സ്ഥാനാർത്ഥിയാണ്. ഇത് കളിക്കാൻ വരാത്ത ദുമണ്ണൻ, ഷെബി ദുമണ്ണൻ. ഗൈസ് പോയിന്റ്. ഫൈനലി കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഫുൾ പാക്കപ്പ് ഇടാൻ ഞങ്ങൾ നാലാമത്തെ കളി ജയിച്ചിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ സാജി എങ്ങനെ കളിയെല്ലാം എങ്ങനെ? കല്ലും തോപ്പിച്ചിട്ട് മജായിട്ട് അല്ല എല്ലാം പണ്ടത്തെ കളിച്ച പൊട്ടിയില്ല, അതേ കളിച്ച അതവിടെ ബോൾ വെച്ചിട്ടോണ്ടിരുന്ന ഇവിടെ ഇരുന്ന് ബോൾ വെച്ചിട്ടിരുന്ന 4 കളി തോറ്റിന്. എന്നിട്ടൊരു നാണമില്ല എനിക്ക്. ഇപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ കഴിച്ചു. അപ്പോൾ കോർട്ടിൻ്റെ ലൈറ്റെല്ലാം ഓഫാക്കി. അപ്പോൾ ഫൈനലി ഞാൻ കോർട്ടിൽ നിന്ന് പുറത്ത് കീന്നുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കാണുന്നുണ്ട് കുറേ വണ്ടി ഉണ്ട്. ഇതാ എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഗൈസ് ഞങ്ങൾ കോർട്ടിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല, കളിച്ച് ഫുള്ള് ഡയറ്റ് ആയിട്ടില്ല. കാരണം ഫുള്ള് വേർത്തിട്ടുള്ള ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഇന്നത്തെ കളി ഫുള്ള് മജയാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ 4 കളി കളിച്ച് 4 ജയിച്ചിന്. പിന്നെ നമ്മളെ കല്ലുമായി പിന്നെ 4 കളി തോപ്പിച്ചിന്. പിന്നെ ഇപ്പോൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കൊച്ചു പോയി കാണുന്നുണ്ടോ ഇവിടെ ആരുമില്ല, ഇരുട്ടിൻ്റെ കോട്ട ഇവിടെ. അപ്പോൾ ഞാൻ പോകുന്ന ബൈക്ക് ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടില്ല. അപ്പം ഇന്നത്തെ കളി ഫുള്ള് കോർത്തിന്. അപ്പോൾ തടി ഭയങ്കര പൊടിയാണെന്ന് നേരെ കളിച്ചെങ്കിൽ നമ്മല്ല നമ്മ ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പോയിട്ട് കളിച്ചുകൂടാ. ഞങ്ങൾ ഫുള്ള് വാമപ്പ് ആക്കണം. തടിയും കൈയും കാലെല്ലാം ഇല്ല കുറച്ച് ഫ്രീ ആക്കണം. ഇതില്ലെങ്കിൽ കൈ ഉളിക്കെങ്കിൽ പിന്നെ കുറേ ദിവസത്തേക്ക് പിന്നെ അത് ശരിയാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാലും കൈയുമല്ലോ മുട്ടെല്ലാം ഭയങ്കര പെയിൻ അടിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ആരുമായിട്ട് പിന്നെ ഈ ബാഡ്മിൻ്റൺ എന്നിട്ട് ക്രിക്കറ്റ് അത് ഏത് ഫുട്ബോളായാലും ഫസ്റ്റ് വാമപ്പ് ആക്കിയിട്ടായിട്ട് കളിച്ചെങ്കിൽ നമുക്കൊരു ബോഡി പെയിൻ കുറയും. പിന്നെ ഗൈസ് ഇപ്പോൾ ഈ വ്ളോഗിനായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും. സേഫ് റൈഡ് ബി ഹാർട്ട് സീൻ ദ നെക്സ്റ്റ് വീഡിയോ.